വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നവംബർ 22 വരാനിരിക്കുന്ന ട്രേസർ എക്സാമിന് ഹൈവേ എഞ്ചിനീയറിംഗിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പം നമുക്കറിയാം, സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഹൈവേ എഞ്ചിനീയറിംഗിന് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ സിലബസിൽ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ളൂ. സോ ആ ഒരു ഭാഗത്ത് നിന്ന് മുൻവർഷത്തെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ടാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങളുടെ എക്സാമിന് യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളിന് മൊത്തത്തിൽ 8 മാർക്കാണ് കേട്ടോ പറയുന്നത്. മൊത്തം 8 മാർക്സ് ഉണ്ട് മൊഡ്യൂളിന്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഹൈവേയുടെ ഒരു സെഷൻ എന്ന് പറയുന്നത് റോഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അലൈൻമെൻറ്റ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്, ഇത്രയേ ഉള്ളൂ നമുക്ക് ഹൈവേ എന്നുള്ള ഭാഗം. ബാക്കി പിന്നെ ഫുള്ള് നമുക്ക് റെയിൽവേ ആണ്. റെയിൽവേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പിന്നെ ബ്രിഡ്ജും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഹൈവേയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും സിലബസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സിലബസിനകത്ത് വരുന്ന മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, എന്താണ് ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇയർ ജയക്കാർ കമ്മിറ്റി വാസ് ഫോംഡ്? ജയക്കാർ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ള വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ റോഡ് പ്ലാനിങ്ങിൻ്റെ അല്ലെങ്കിൽ റോഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കുറേ വർഷങ്ങൾ നമുക്ക് അവിടെ ഓർത്തിരിക്കാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള റോഡുകൾക്കൊക്കെ എങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഏത് വർഷത്തിലാണ് ജയക്കാർ കമ്മിറ്റി രൂപീകരിച്ചത്? ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, 1927 അല്ലേ. MR ജയക്കറിൻ്റെ നേതൃത്വത്തിലാണ് എന്തുണ്ടായത്? ജയക്കാർ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്തത്. ജയക്കാർ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തത് 1927 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് ആ ഒരു കമ്മിറ്റി രൂപീകരിച്ച് തൊട്ടടുത്ത വർഷം 1928 അവർ അവരുടെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം 1928 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദെൻ 1929 എന്ത് ചെയ്തു? സെൻട്രൽ റോഡ് ഫണ്ട് ബോർഡ് ടാക്സുകൾ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. റോഡ് യൂസേഴ്സിൻ്റെ നിന്ന് ടാക്സുകൾ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ അങ്ങനെ 1930 ആയപ്പം CRO ഡെവലപ്പായി. CRO ഡെവലപ്പായത് 1930 കേട്ടോ. ഓക്കെ, അപ്പം 1927 ഒരു വർഷം എന്തായാലും ഓർക്കണം. 1930 CRO ഡെവലപ്പായ വർഷമായിട്ട് ഓർക്കാം. ഇനി നമ്മുടെ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണ് ഈ IRC എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു IRC ഡെവലപ്ഡ് ആയിട്ടുള്ള വർഷവും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IRC എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1934 1934 IRC ഫോം ചെയ്തത് കേട്ടോ. IRC ഫോം ചെയ്തത് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ നാട്ടിലുള്ള റോഡ് കൺസ്ട്രക്ഷനെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ഒക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതിന് വേണ്ടിയായിരുന്നു IRC 1934 രൂപീകരിച്ചത്. പിന്നെ ഈ ഹൈവേയുടെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1939 ആണ്. 1939 എന്ത് വന്നത്? മോട്ടോർ വെഹിക്കിൾ ആക്ട് വന്നത്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ആക്സിഡൻറ്റ് റേറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് നിലവിൽ വന്നത് എപ്പോഴായിരുന്നു? 1939 കേട്ടോ. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയല്ലോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ റോഡ് അലൈൻമെൻറ്റ്സ്. എന്താണ് റോഡ് അലൈൻമെൻറ്റ്? ഓപ്ഷൻ എ എന്താണ്? പൊസിഷൻ ഒക്യുപ്പൈഡ് ബൈ ദ സെൻറ്റർ ലൈൻ ഓഫ് എ റോഡ്, പൊസിഷൻ ഒക്യുപ്പൈഡ് ബൈ ക്രോസ് സെക്ഷൻ, പൊസിഷൻ ഒക്യുപ്പൈഡ് ബൈ ദ ക്രോസ് സ്ലോപ്പ്, നൺ ഓഫ് ദീസ്. എന്താ? ഒരു റോഡിൻ്റെ സെൻട്രൽ ലൈൻ ഫിക്സ് ചെയ്തതിനാണല്ലേ നമ്മൾ റോഡ് അലൈൻമെൻറ്റ് എന്ന് പറയാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക?
ഓപ്ഷൻ എ ആണ് ദ പൊസിഷൻ ഒക്യുപ്പൈഡ് ബൈ ദ സെൻട്രൽ ലൈൻ ഓഫ് എ റോഡ്. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മുടെ ആ സെൻട്രൽ ലൈൻ പൊസിഷനെയാണ് നമ്മൾ റോഡിന്റെ അലൈൻമെന്റ് ആയിട്ട് പറയാറുള്ളത്. അപ്പൊ ഈ അലൈൻമെന്റ് നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അലൈൻമെന്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള അലൈൻമെന്റും ഉണ്ട്, വെർട്ടിക്കൽ ആയിട്ടുള്ള അലൈൻമെന്റും ഉണ്ട്. ആരൊക്കെയാണ് ഹൊറിസോണ്ടൽ അലൈൻമെന്റിൽ വരിക? ഹൊറിസോണ്ടൽ അലൈൻമെന്റിൽ വരുന്ന ആളുകളാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്ത്, സ്ട്രെയിറ്റ് പാത്ത്, അതുപോലെ തന്നെ ഹൊറിസോണ്ടലി ഉണ്ടാകുന്ന ഡീവിയേഷൻസ്, വളവ് തിരിവൊക്കെ വരുമല്ലോ, അത് ഹൊറിസോണ്ടൽ അലൈൻമെന്റിൽ വരുന്നതാണ്. ദെൻ കർവുകൾ, കർവ്സ്, ഇതെല്ലാം ഹൊറിസോണ്ടൽ അലൈൻമെന്റിൽ വരുന്നതാണ്. ഇനി വെർട്ടിക്കൽ അലൈൻമെന്റിൽ നമുക്ക് ഒരു റോഡ് എപ്പോഴും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ല പോയിക്കൊണ്ടിരിക്കുക, കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെയാണ് ചേഞ്ച് ഇൻ ഗ്രേഡിയന്റ്, ചേഞ്ച് ഇൻ ഗ്രേഡിയന്റ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ കർവുകൾ, ഇവരെല്ലാമാണ് എവിടെ ഉൾപ്പെടുക? വെർട്ടിക്കൽ അലൈൻമെന്റിൽ ഉൾപ്പെടുക. എപ്പോഴും നമ്മൾ പറയാം ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു അലൈൻമെന്റ് എങ്ങനെ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും അലൈൻമെന്റ് എപ്പോഴും ഷോർട്ട് ആയിരിക്കണം, സേഫ് ആയിരിക്കണം, ഈസി ആയിരിക്കണം, എക്കണോമിക്കൽ ആയിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു ഐഡിയൽ അലൈൻമെന്റ് ഇങ്ങനെയൊക്കെ ആവണം എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ അലൈൻമെന്റ് എന്താ? റോഡിന്റെ സെൻട്രൽ ലൈൻ ഫിക്സ് ചെയ്യുന്നതാണ്. ആ അലൈൻമെന്റ് ഫിക്സ് ചെയ്യണത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യമാണ്. കാരണം വൺസ് നമ്മളൊരു അലൈൻമെന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം റോഡിന്റെ അലൈൻമെന്റ് ഫിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം റോഡ് അലൈൻമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? സെൻട്രൽ ലൈൻ ആണ് അല്ലേ, പൊസിഷൻ ഒക്യുപ്പൈഡ് ബൈ ദ സെൻട്രൽ ലൈൻ ഓഫ് ദ റോഡ്. രണ്ടാമത്തെ ചോദ്യം കിട്ടി. മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. സോ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. The sequence of various engineering surveys which are carried out for the choice of a new highway project from the beginning are. ഓക്കെ, അപ്പം ഇതിൻ്റെ കറക്റ്റ് സീക്വൻസ് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പം ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ റോഡ് പണിയാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ ചെന്നിട്ട് ആ ഒരു ഏത് നാട്ടിലാണ് നമ്മൾ റോഡ് വെക്കാനായിട്ട് പോകുന്നത്, ആദ്യം നമ്മൾ അവിടേക്ക് ചെല്ലും അല്ലേ. ആദ്യം അവിടെ ചെന്നിട്ട് ഓടിപ്പോയിട്ട് നമ്മൾ സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യില്ല, സൈറ്റിൽ പോയിട്ട് അളക്കാനല്ല നോക്കുക. ആദ്യം നമുക്ക് ആ ഒരു സ്ഥലത്തിനെ പറ്റി ഒരു ധാരണ വേണം. ഏതൊക്കെ ഭാഗത്ത് കൂടെ വേണം എൻ്റെ റോഡ് പോകാനായിട്ട്, ഏതായിരിക്കും ഷോർട്ട് ഡിസ്റ്റൻസിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള റൂട്ട് എന്നൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് സ്റ്റഡിയാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യാം. ഓക്കെ, ഒരു നാട്ടിൽ നിങ്ങൾക്ക് റോഡ് വെക്കണമെങ്കിൽ, റോഡ് കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവിടുത്തെ മാപ്പ് പഠിക്കണം. മാപ്പ് പഠിച്ചാലാണ് ഏതൊക്കെ റൂട്ടിൽ നിന്ന് എങ്ങോട്ടൊക്കെ റോഡുകൾ വേണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ അല്ലേ. അങ്ങനെ നമ്മൾ മാപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് റൂട്ടുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് റെക്കഗ്നൈസൻസ് സർവേ ആണ്. പിന്നെ നമ്മൾ ചെയ്യുക റെക്കഗ്നൈസൻസ് സർവേ ആണ് ചെയ്യുന്നത്. ദെൻ റെക്കഗ്നൈസൻസ് സർവേ ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്നൊരു പ്രിലിമിനറി സർവേയിലേക്ക് പോവും. പ്രിലിമിനറി സർവേ ചെയ്തു. ദെൻ പ്രിലിമിനറി സർവേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള, നമ്മൾ മാപ്പ് സ്റ്റഡി ഒക്കെ നടത്തി റെക്കഗ്നൈസൻസ് സർവേ ചെയ്ത് കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് റൂട്ടുകളൊക്കെ നമ്മൾ എടുക്കും. എന്നിട്ട് എല്ലാ റൂട്ടുകളും നമ്മൾ എടുത്തതിന് ശേഷം ഒരു പ്രിലിമിനറി സർവേ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു റൂട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ഫൈനൽ ആയിട്ട് ഒരു ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്യും. ഫൈനൽ ലൊക്കേഷൻ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. ഓക്കെ, ഫൈനൽ ആയിട്ടൊരു ലൊക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് സർവേ ചെയ്യും. ആക്ച്വലി ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഒരു ഹൈവേ എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരു റോഡ് ആദ്യം തന്നെ ഏത് സ്ഥലത്താണ് അവിടെ പോയി അവിടുത്തെ മാപ്പ് സ്റ്റഡി നടത്തണം. മാപ്പ് സ്റ്റഡി ചെയ്ത് പോസിബിൾ ആയിട്ടുള്ള റൂട്ടൊക്കെ എടുത്ത് റെക്കഗ്നൈസൻസ് ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് പ്രിലിമിനറി സർവേ ചെയ്യുന്നു. പ്രിലിമിനറി സർവേയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് എന്താണ് ഒരു റൂട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്യാണ്. ആ റൂട്ട് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേയിലേക്ക് പോകുക. അപ്പം അങ്ങനെ നോക്കുമ്പം ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് തന്നിട്ടുള്ള ഓർഡറുകളിൽ ഉള്ളത് നോക്കുമ്പോൾ ഫസ്റ്റ് എന്തുണ്ട്, റെക്കഗ്നൈസൻസ് സർവേ ഉണ്ട്. റെക്കഗ്നൈസൻസ് സർവേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിലിമിനറി സർവേ ആണ് ചെയ്യുക. ദെൻ ലൊക്കേഷൻ സർവേ. അപ്പം
3, 2, 1 ആണ് നമ്മുടെ ഓർഡർ വരിക. ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നാലാമത്തെ ചോദ്യം എന്താണ്? ദ ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ പ്രൊജക്ട്സ് കണക്ട്സ്. ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആദ്യം തന്നെ നമ്മുടെ റോഡ് ഡെവലപ്മെന്റ് നടന്നപ്പം 20 ഇയർ പ്ലാൻ ആയിരുന്നു നമ്മൾ ചെയ്തത് അല്ലെ. 3 20 ഇയർ പ്ലാനുകൾ ഉണ്ടായിരുന്നു. ആ 3 20 ഇയർ പ്ലാനുകൾക്ക് ശേഷമാണ് പിന്നീട് NHDP വന്നത്. NHDPയുടെ ബേസിലുള്ള കുറച്ച് ഫേസ് ഡെവലപ്മെന്റുകളാണ് നടന്നത്. അപ്പൊ ആ NHDP ഡെവലപ്മെന്റിൽ ആദ്യത്തെ ഫേസ് ആയിട്ട് വന്നതാണ് ഗോൾഡൻ. ഫസ്റ്റ് ഫേസിൽ ആ ഒരു NHDPയുടെ ഫേസുകളിൽ ആദ്യമായിട്ട് നടന്നതായിരുന്നു ഈ ഒരു ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ പ്രൊജക്ട് എന്ന് പറയുന്നത്. നമ്മുടെ 4 ഡയറക്ഷനുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ ഫോം ചെയ്യുക, അതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു 4 സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തേ? നമ്മൾ 4 സ്ഥലങ്ങൾ നോക്കുമ്പം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? നോർത്തിൽ ആരായിരുന്നു? നോർത്തിൽ ഡൽഹി. ദെൻ സൗത്തിൽ അപ്പോൾ ആരായിരുന്നു? സൗത്തിൽ ചെന്നൈ. ദെൻ ഈസ്റ്റിൽ എന്തായിരുന്നു? ഈസ്റ്റിൽ കൊൽക്കത്ത. ദെൻ വെസ്റ്റിൽ മുംബൈ. ഇങ്ങനെയായിരുന്നു ഗോൾഡൻ ക്വാഡ്രിലേറ്ററിൽ വന്നിട്ടുള്ള 4 ഡയറക്ഷനിലുള്ള 4 രാജ്യങ്ങൾ കേട്ടോ. ഇവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 4500 കിലോമീറ്റർ ലെങ്ത്തിലുള്ള റോഡുകളാണ് വന്നത്. 4500 കേട്ടോ. അപ്പം നമ്മുടെ ഓപ്ഷൻ നോക്കിയേ, ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ ഇവിടെ ആൻസർ ആയിട്ട് വരിക, ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ ആൻസർ ആയിട്ട് വരിക. ദെൻ ഈ ഒരു NHDPയുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നടന്നതായിരുന്നു ഈ ഒരു 4 സ്ഥലങ്ങളെ 4 ഡയറക്ഷനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള റോഡ്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ ഫേസ് ആയിട്ട് നടന്ന വർക്ക് എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് കണക്ട് ചെയ്യുക, അതുപോലെ ഈസ്റ്റ് ടു വെസ്റ്റ് കണക്ട് ചെയ്യായിരുന്നു. അതിൽ നോർത്ത് ടു സൗത്ത് കണക്ട് ചെയ്തതായിരുന്നു നോർത്ത് ടു സൗത്ത് ആയിരുന്നു ശ്രീനഗർ ടു കന്യാകുമാരിയും, അതുപോലെ തന്നെ ഈസ്റ്റ് ടു വെസ്റ്റ് ആയിരുന്നു ഈ ഒരു പോർബന്തറും സിൽച്ചാറും തമ്മിലുള്ള കണക്ഷൻ കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ഫേസ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ മൂന്നാമത്തെ സ്റ്റേജ് ആയപ്പോൾ നമ്മുടെ എന്ത് നടന്നു? നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷൻ നമ്മൾ ടോളിനെ ബേസ് ചെയ്തുകൊണ്ട് ബിൽഡ് ഓപ്പറേറ്റ് സിസ്റ്റം വഴി നമ്മുടെ റോഡ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യുക? കൺസ്ട്രക്ട് ചെയ്തത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ ടാക്സ് പിടിക്കുക, ടോൾ പിടിക്കുന്ന പോലത്തെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നെ അതിൻ്റെ അടുത്തൊരു ഫേസ് ആയിട്ട് അപ്പോൾ ആദ്യത്തെ ഫേസിൽ ഗോൾഡൻ ക്വാഡ്രിലേറ്ററിൽ, രണ്ടാമത്തെ ഫേസിൽ ഈ പറഞ്ഞ പോലെ നോർത്ത് ടു സൗത്ത് കണക്ട് ചെയ്തു, പിന്നെ ഈസ്റ്റ് ടു വെസ്റ്റ് കണക്ട് ചെയ്തു. അടുത്ത ഫേസ് ആയപ്പം എന്ത് ചെയ്തു? നമ്മുടെ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മെത്തേഡ് യൂസ് ചെയ്തു. അതായത് റോഡ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് റോഡ് യൂസേഴ്സിൻ്റെ എന്ത് ചെയ്യുക? ടാക്സ് കളക്ട് ചെയ്തിട്ടുള്ള രീതി കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? സിംഗിൾ ലൈൻ റോഡുകളെയൊക്കെ 2 ലൈൻ റോഡുകളായിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ 4 ലൈനുകളെയൊക്കെ 6 ലൈനുകളായിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നീട് എക്സ്പ്രസ് വേസിന്റെ കൺസ്ട്രക്ഷൻ ആയിട്ട് വന്നു. ഓക്കെ, പിന്നെ അർബൻ റോഡുകളുടെ ഡെവലപ്മെന്റ് വന്നു. അങ്ങനെ ഓരോ ഫേസുകളായിട്ട് ഡെവലപ്പായി വന്നതാണ്. അതിൽ ആദ്യത്തെ ഫേസ് ആയിരുന്നു ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ കേട്ടോ. NHDPയുടെ ആദ്യത്തേതായിരുന്നു ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ 4 സ്ഥലങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം ഈ ഒരു പോയിന്റ് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, മുൻപ് ചോദിച്ചിട്ടുള്ളതായതുകൊണ്ട്. ദെൻ അഞ്ചാമത്തെ ചോദ്യം. ദ നാഗ്പൂർ റൂട്ട് പ്ലാൻ ഫോർമുല വർ പ്രിപ്പയർഡ് അസ്യൂമിങ്. ഓക്കെ, ഏത് രീതിയിലാണ് നാഗ്പൂർ റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ നമ്മൾ റോഡുകളെ അറേഞ്ച് ചെയ്തത്? എങ്ങനെയായിരുന്നു? എന്തിന്റെ ബേസിലായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു ഓപ്ഷൻ വരിക? ഏതാണ്? ഓപ്ഷൻ എ സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺ അല്ലേ. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ 20 ഇയർ റോഡ് പ്ലാനുകൾ 3 20 ഇയർ റോഡ് പ്ലാനുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ 20 ഇയർ ഇന്ത്യയിലെ ആദ്യത്തെ 20 ഇയർ റോഡ് പ്ലാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നാഗ്പൂർ റോഡ് പ്ലാൻ ആണല്ലേ ആദ്യത്തെ 20 ഇയർ റോഡ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നടന്ന വർഷം ഏതായിരുന്നു? 1943 മുതൽ 1963 വരെ ആയിരുന്നു നമ്മൾ നാഗ്പൂർ റോഡ് പ്ലാനിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്ന വർഷം. ദെൻ
ആ 20 വർഷം ഇതിന്റെ ടാർഗറ്റ് എത്രയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? എത്രയായിരുന്നു? 16 കിലോമീറ്റർ റോഡ് പെർ 100 കിലോമീറ്റർ സ്ക്വയർ അല്ലെ. 100 കിലോമീറ്റർ സ്ക്വയറിൽ 16 കിലോമീറ്റർ റോഡ് എന്നുള്ളതായിരുന്നു അവരുടെ ടാർഗറ്റ് ആയിരുന്നത്. മാത്രമല്ല ഇന്ത്യയിലെ റോഡുകൾക്ക് ആദ്യമായിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തത് ഈ ഒരു നാഗ്പൂർ റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ ആയിരുന്നു കേട്ടോ. നാഗ്പൂർ റോഡ് പ്ലാൻ ആണ് ഇന്ത്യയിലെ റോഡുകൾക്ക് ആദ്യമായിട്ടൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തത്. ഇങ്ങനെ NH, SH, അതുപോലെ MDR, ODR, VR ഈ രീതിയിൽ നമ്മുടെ റോഡുകൾക്ക് ആദ്യമായിട്ടൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തത് നാഗ്പൂർ റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ ആണ്. ഓക്കെ, അതായിരുന്നു അതിന് റോഡുകൾ അറേഞ്ച് ചെയ്തത് സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേണിലായിരുന്നു റോഡുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ പിന്നീട് സെക്കൻഡ് റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ വന്നു. അപ്പൊ നമ്മുടെ ആദ്യത്തെ വർഷം 1943 to 1963 ഈ ഒരു 20 വർഷത്തിലായിരുന്നു കഴിയേണ്ടിയിരുന്നത്. പക്ഷെ 1961 ആയപ്പോൾ തന്നെ എന്ത് കഴിഞ്ഞു? നാഗ്പൂർ റോഡ് പ്ലാൻ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് 1961 തൊട്ട് 81 വരെ അടുത്ത രണ്ടാമത്തെ റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ വന്നു. അതേതായിരുന്നു? ബോംബെ റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ ഡെവലപ്പായി. ബോംബെ റോഡ് പ്ലാൻ ആണ് രണ്ടാമത്തെ 20-year റോഡ് പ്ലാൻ. ഇവരുടെ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് എത്രയായിരുന്നു? ആദ്യം 16 കിലോമീറ്റർ ആയിരുന്നു. രണ്ടാമത്തത് 32 കിലോമീറ്റർ. 100 കിലോമീറ്റർ സ്ക്വയർ ഏരിയയിൽ 32 കിലോമീറ്റർ ആയിരുന്നു ഇവരുടെ ടാർഗറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ദെൻ ഇവിടെയാണ് എക്സ്പ്രസ് വേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു സെക്കൻഡ് 20-year റോഡ് പ്ലാനിലാണ് എക്സ്പ്രസ് വേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ അതിനുശേഷം ഇത് 1981 തന്നെയാണ് കംപ്ലീറ്റ് ആയത്. ദെൻ 1981 തൊട്ട് 2001 വരെയുള്ള അടുത്ത 20 വർഷം അതാണ് മൂന്നാമത്തെ 20-year റോഡ് പ്ലാൻ, ലക്നൗ റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ കേട്ടോ. ലക്നൗ റോഡ് പ്ലാൻ ആണ് മൂന്നാമത്തേതായിട്ട് നമ്മൾ പഠിച്ചത്. അവരുടെ ടാർഗറ്റ് മീൻ എത്രയായിരുന്നു? 82 കിലോമീറ്റർ പെർ 100 കിലോമീറ്റർ സ്ക്വയർ ആയിരുന്നു അവർക്ക് ഡെവലപ്പ് ചെയ്യാണ്ടായിരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല റോഡുകളെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി എന്നീ രീതിയിൽ റോഡുകൾക്ക് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തത് ആരായിരുന്നു? ലക്നൗ റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ ആയിരുന്നു കേട്ടോ. റോഡുകൾക്ക് പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി എന്നുള്ള രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തത് ലക്നൗ റോഡ് പ്ലാൻ ആണ്. അപ്പൊ അത് ആലോചിക്കണം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ എന്നുള്ള രീതിയിൽ കൊടുത്തത് നാഗ്പൂർ റോഡ് പ്ലാൻ ആണ്. പ്രൈമറി, സെക്കൻഡറി എന്നുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷൻ കൊടുത്തത് ആരായിരുന്നു? ലക്നൗ റോഡ് പ്ലാൻ ആണ് കേട്ടോ. അപ്പൊ അത് രണ്ടും ഓർക്കണം. ഇവരുടെ വർഷങ്ങൾ, ടാർഗറ്റ്, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ ആറാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, ആറാമത്തെ ചോദ്യം. ദ ടെറൈൻ മേ ബി ക്ലാസിഫൈഡ് ആസ് റോളിംഗ് ടെറൈൻ ഇഫ് ദ ക്രോസ് സ്ലോപ്പ് ഓഫ് ദ ലാൻഡ്. ഓക്കെ, ക്രോസ് സ്ലോപ്പിനനുസരിച്ചിട്ട് ടെറൈനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. സോ നമ്മളൊരു ടേബിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം പ്ലെയിൻ അല്ലെങ്കിൽ ലെവൽ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആണെങ്കിൽ അവിടെ നമ്മൾ 0 to 10% ആണ് ക്രോസ് സ്ലോപ്പ് പറയാറുള്ളത്. ദെൻ ഇതൊരു റോളിംഗ് ടെറൈൻ ആണെങ്കിൽ 10 to 25%. ദെൻ മൗണ്ടെയ്നസ് ടെറൈൻ ആണെങ്കിൽ അവിടെ എങ്ങനെ വരും? മൗണ്ടെയ്നിയസ് ടെറൈൻ ആണെങ്കിൽ അവിടെ നമ്മൾ 25 to 60. ദെൻ അതുപോലെ സ്റ്റീപ്പ് ആയിട്ടുള്ള ടെറൈൻ ആണെങ്കിൽ അവിടെ നമ്മൾ 60 greater than 60 ആയിരിക്കും എന്തായിട്ട് കൊടുക്കാറുള്ളത്? ക്രോസ് സ്ലോപ്പ് ആയിട്ട് കൊടുക്കാറുള്ളത്. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? റോളിംഗ് ടെറൈൻ അല്ലേ. റോളിംഗ് ടെറൈൻ എത്രയാ നോക്കിയേ? 10 to 25 ആയിരിക്കും അവിടുത്തെ ക്രോസ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഏഴാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ റിജിഡ് പേയ്മെന്റ് ഫ്രം ദ ഫോളോയിങ്? തന്നിട്ടുള്ളതിൽ ഒരു റിജിഡ് പേയ്മെന്റ് ഏതാണ്? അപ്പൊ നമുക്കറിയാം പേയ്മെന്റുകൾ റിജിഡ് ആയിട്ടുള്ള പേയ്മെന്റും ഉണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെന്റും ഉണ്ട്. സോ അതിൽ റിജിഡ് ആയിട്ടുള്ള പേയ്മെന്റ് ആരാണ്? സിമെന്റ്, കോൺക്രീറ്റ് പേയ്മെന്റുകളാണ് അല്ലെ റിജിഡ് പേയ്മെന്റ്. ഓക്കെ, ഫ്ലെക്സിബിൾ പേയ്മെന്റോ നമ്മുടെ ബിറ്റുമിനസ് പേയ്മെന്റ് ഒക്കെ ഫ്ലെക്സിബിൾ പേയ്മെന്റിൽ വരുന്നതാണ്. ദെൻ അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സിമെന്റ്, കോൺക്രീറ്റ് പേയ്മെന്റ് ആണ്. ഇനി ഇവിടെ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഈ സിമെന്റ്, കോൺക്രീറ്റ് പേയ്മെന്റിലൂടെ ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണ് അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. സ്ലാബ് ആക്ഷൻ വഴിയാണ്
സ്ലാബ് ആക്ഷൻ വഴിയാണ് അവിടെ ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത്. എന്നാൽ ഒരു റിജിഡ് പേയ്മെന്റിലാണ് പറഞ്ഞത്. ഇനി അതൊരു ഫ്ലെക്സിബിൾ പേയ്മെന്റ് ആണെങ്കിൽ, ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റില് ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രെയിൻ ടു ഗ്രെയിൻ ട്രാൻസ്ഫർ ആയിട്ടാണ്, ഓരോ ഗ്രെയിൻ ടു ഗ്രെയിൻ ആയിട്ടാണ് അവിടെ ലോഡ് ട്രാൻസ്ഫർ നടക്കുക. ആ ലോഡ് ട്രാൻസ്ഫറിന്റെ പേരുകളൊന്നും അറിഞ്ഞിരിക്കണം, നല്ലതായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെന്റും റിജിഡ് ആയിട്ടുള്ള പേയ്മെന്റും ഉണ്ട്. അപ്പം അതിൽ ഫ്ലെക്സിബിൾ പേയ്മെന്റിൽ ഗ്രെയിൻ ടു ഗ്രെയിൻ ലോഡ് ട്രാൻസ്ഫറും, റിജിഡ് പേയ്മെന്റിലാണെന്നുണ്ടെങ്കിൽ സ്ലാബ് ആക്ഷൻ വഴിയായിരിക്കും ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, എട്ടാമത്തെ ചോദ്യം. ദ മാക്സിമം ഡിസൈൻ ഗ്രേഡിയന്റ് ഫോർ വെർട്ടിക്കൽ പ്രൊഫൈൽ ഓഫ് എ റോഡ്. നമുക്കൊരു റോഡിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മാക്സിമം ഗ്രേഡിയന്റ്. അപ്പൊ നിങ്ങൾ ഹൈവേയുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും ഈ ഗ്രേഡിയന്റിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താ പറയുള്ളത്, നമുക്കൊരു റോഡിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള മാക്സിമം ഡിസൈൻ ഗ്രേഡിയന്റിനെ, മാക്സിമം ഡിസൈൻ ഗ്രേഡിയന്റ് ആണ് റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. റൂളിംഗ് ഗ്രേഡിയന്റ് അല്ലേ. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ, നമ്മൾ എന്താണ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ നമ്മൾ ഒരു റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പുകളെയാണ് അല്ലെ ഗ്രേഡിയന്റ് എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ ഗ്രേഡിയന്റ് പല രീതിയിലുണ്ട്. അപ്പൊ നമുക്കൊരു റോഡിൽ ഒരു ഡിസൈനർ കൊടുക്കുന്ന മാക്സിമം ആയിട്ടുള്ള ഗ്രേഡിയന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റൂളിംഗ് ഗ്രേഡിയന്റ് ആണ് ഒരു റോഡിൽ നമ്മൾ കൊടുത്തേന്നുണ്ടെങ്കിൽ ഏതൊരു വണ്ടിക്കും, ഏതൊരു വെഹിക്കിൾ, ഇനിയിപ്പം ആനിമൽ ഡ്രോൺ വെഹിക്കിൾ ആണെങ്കിൽ കൂടി അവർക്ക് ഒരു അഡീഷണൽ എഫേർട്ട് ഇല്ലാണ്ട് സുഖമായിട്ട് ആ ഒരു റോഡിലൂടെ പോകാനായിട്ട് സാധിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ റൂളിംഗ് ഗ്രേഡിയന്റ് ആയിട്ട് പറഞ്ഞത്. ദെൻ ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഗ്രേഡിയന്റ് ആയിട്ട് നമ്മൾ ആരെ പഠിച്ചിട്ടുണ്ട്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റിനെ പഠിച്ചിട്ടുണ്ട്. എന്താ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഹില്ലി ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് വിചാരിക്കാം. സോ ഞാനിവിടെ എൻ്റെ റൂളിംഗ് ഗ്രേഡിയന്റ് കൊടുക്കാൻ പോയപ്പോൾ ഇതാണ് എൻ്റെ റൂളിംഗ് ഗ്രേഡിയന്റ്. ഞാൻ ഇവിടെ കൊടുക്കാൻ പോയപ്പോൾ എന്താ, ഇത്രയും പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും അവിടെ റൂളിംഗ് ഗ്രേഡിയന്റ് കൊടുക്കണമെങ്കിൽ. അപ്പൊ അതൊട്ടും എക്കണോമിക്കൽ അല്ല. സോ അവിടെ ഞാൻ എക്കണോമിക്കൽ ആക്കാൻ വേണ്ടി റൂളിംഗ് ഗ്രേഡിയന്റിനേക്കാൾ കുറച്ചുകൂടി കൂടിയ ഒരു ഗ്രേഡിയന്റ് ഞാൻ കൊടുക്കേണ്ടി വരികയാണ്. അവിടുത്തെ ടോപ്പോഗ്രഫി അങ്ങനെ ആയതുകൊണ്ട് അതിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് എന്ന് വിളിച്ചത് അല്ലെ. എക്കണോമിക്കൽ ആവാൻ വേണ്ടി അവിടുത്തെ ടോപ്പോഗ്രഫി കാരണം എനിക്ക് കൊടുക്കേണ്ടി വന്ന ഗ്രേഡിയന്റ് ആണ് ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ പഠിച്ചല്ലോ, അടുത്തൊരു ടൈപ്പാണ് എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് അല്ലെ. എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എന്താ, ചില അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പം ലിമിറ്റിംഗ് ഗ്രേഡിയന്റിനേക്കാളും വലിയ ഗ്രേഡിയന്റുകൾ കൊടുക്കേണ്ടതായിട്ട് വരാം. അവരെയാണ് നമ്മൾ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എന്ന് വിളിക്കുക. പക്ഷെ ഇത് ഒരുപാട് ലെങ്ത്തിലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരിക്കലും ഒറ്റ സ്ട്രെച്ചിൽ ഒരു 100 മീറ്ററിനേക്കാൾ കൂടുതലായിട്ടുള്ള ലെങ്ത്തിൽ നമ്മൾ എന്ത് കൊടുക്കാറില്ല, എക്സെപ്ഷണൽ ഗ്രേഡിയന്റുകൾ കൊടുക്കാറില്ല. അതായത് ഇപ്പം ഒരു റോഡും അതിനിടയ്ക്ക് ഒരു ബ്രിഡ്ജും ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഈ ബ്രിഡ്ജിലോട്ട് റോഡ് കണക്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു ഗ്രേഡിയന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എക്സെപ്ഷണൽ ഗ്രേഡിയന്റുകൾ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഒന്നാണ് മിനിമം ഗ്രേഡിയന്റ്. എന്താ മിനിമം ഗ്രേഡിയന്റ്? ഒരു റോഡിൽ നമ്മൾ ഡ്രെയിനേജിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രേഡിയന്റ് ആണ് അല്ലെ മിനിമം ഗ്രേഡിയന്റ്. ഇത് പൊതുവേ നമ്മൾ എങ്ങനെ കൊടുക്കുക, 1:200 എന്നുള്ള രീതിയിലാണ് മിനിമം ഗ്രേഡിയന്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ, 9ാമത്തെ ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം, the road constructed to secure access from road to a private property. Okay, എവിടെ നിന്നാണ് നമ്മുടെ റോഡിൽ നിന്ന് ഒരു പ്രൈവറ്റ് റോഡിലേക്ക്, ഒരു മെയിൻ റോഡിൽ നിന്ന് പ്രൈവറ്റ് റോഡിലേക്ക് കണക്ഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റോഡുകളെ പറയുന്ന പേര് ഡ്രൈവ് വേ എന്നാണ് കേട്ടോ പറയാ. ഡ്രൈവ് വേ എന്നാണ് അത്തരത്തിലുള്ള റോഡുകളെ നമ്മൾ പറയാറുള്ളത്. ദെൻ 10ാമത്തെ ചോദ്യം, 10th question, a class of highway with a superior facility and design standard are meant as through routes having very high volume of traffic. അതായത് നല്ല സുപ്പീരിയർ ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഹൈ വോളിയം ഓഫ് ട്രാഫിക്കും ഉള്ളത് ഏത് ടൈപ്പ് ഓഫ് റോഡിലായിരിക്കും? എക്സ്പ്രസ് വേസിലായിരിക്കും. ഈ ഒരു എക്സ്പ്രസ് വേ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് 20-year പ്ലാനിലാണ്? ബോംബെ റോഡ് പ്ലാൻ. സെക്കൻഡ് 20-year പ്ലാൻ ആയിട്ടുള്ള ബോംബെ റോഡ് പ്ലാനിലാണ് എക്സ്പ്രസ് വേസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ അവിടെ ആയിരിക്കും നല്ല സുപ്പീരിയർ ഫെസിലിറ്റിയും ഹൈ വോളിയം ഓഫ് ട്രാഫിക്കും കാണാനായിട്ട് പറ്റുക. ദെൻ 11th question ഫോർ പ്ലെയിൻ ഓർ റോളിംഗ് ടെറൈൻ എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റേഴ്സ്. ഇതും ചോദിച്ച് കാണാറുണ്ട്. അപ്പം പ്ലെയിൻ ഓർ റോളിംഗ് ടെറൈൻ ആണെങ്കിൽ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാത്തിൻ്റെയും ഒന്ന് നോക്കാം. സോ പ്ലെയിൻ ഓർ റോളിംഗ് ടെറൈൻ ആണെങ്കിൽ ഏതൊക്കെ ഗ്രേഡിയൻ്റാ? റൂളിംഗ് ഗ്രേഡിയൻ്റ് ഉണ്ട്, ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് ഉണ്ട്, എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് ഉണ്ട്. അവിടെ റൂളിംഗ് ഗ്രേഡിയൻ്റ് 1/30, ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് 1/20, എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് 1/15 ആയിരിക്കും. ഓക്കെ, 1/15 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/15 ആണ് വരിക. എക്സെപ്ഷണൽ പൊതുവെ റൂളിംഗ് ഗ്രേഡിയൻറ്റുകൾ ചോദിച്ച് കാണാറുള്ളത് കേട്ടോ, ചോദിച്ച് കാണാറുള്ളത്. ദെൻ 12th question എന്തായിരുന്നു 12th questionൽ വരുന്നത്? The control points governing the alignment of the highway. Yes, control നമ്മുടെ റോഡിന്റെ അലൈൻമെന്റ് ഏത് രീതിയിൽ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന കൺട്രോൾ പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്ലിഗേറ്ററി പോയിന്റ്. നമുക്കറിയാലോ, നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒരു റൂട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അലൈൻമെന്റ് ഫിക്സ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറസ്റ്റ് ഏരിയാസോ അല്ലെങ്കിൽ ഒരിക്കലും റോഡ് പോയിക്കൂടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെ നമ്മുടെ ഹൈവേ അലൈൻമെന്റ് കടന്നു പോകണം എന്ന് തീരുമാനിക്കുന്ന കൺട്രോൾ പോയിന്റുകൾ ഉണ്ട്. അലൈൻമെന്റ് എങ്ങനെ ഫിക്സ് ചെയ്യുന്ന തീരുമാനിക്കുന്ന കൺട്രോൾ പോയിന്റുകൾ ഉണ്ട്. അവരെ നമ്മൾ ഒബ്ലിഗേറ്ററി പോയിന്റ് എന്നാണ് പറയുക. ആ ഒബ്ലിഗേറ്ററി പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഉണ്ടാവും. അലൈൻമെന്റ് പാസ് ചെയ്ത് പോകേണ്ട പോയിന്റുകളും പാസ് ചെയ്ത് പോകേണ്ടാത്ത പോയിന്റുകളും. ഓക്കെ, ഒബ്ലിഗേറ്ററി പോയിന്റുകളാണ്. സോ ഒബ്ലിഗേറ്ററി പോയിന്റ്സ്. ഓക്കെ, 13ാമത്തെ ചോദ്യം. ഓക്കെ, നമ്മുടെ റോഡ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്രോണോളജിക്കൽ സീക്വൻസ് ഇൻ റിഗാർഡ് ടു ദ റോഡ് കൺസ്ട്രക്ഷൻ, ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പം നമ്മൾ ആ റോഡ് എങ്ങനെ വളർന്നു വന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം അല്ലെ, റോഡ് കൺസ്ട്രക്ഷന്റെ പയനീഴ്സ് ആയിട്ട് നമ്മൾ ആരെയാ പറയാറുള്ളത്? റോമൻസിനെയാണ് പറയാറുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ വന്നത് റോമൻ റോഡുകളായിരുന്നു. നമുക്കറിയാം അവര് എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്ത റോമൻ റോഡുകൾ? ഒരു 750 തൊട്ട് 1200 mm വരെ ഡെപ്ത് ഉള്ള വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു സൈഡിൽ വലിയൊരു കർബ് സ്റ്റോൺ വെച്ച് കൊടുത്തു. എന്നിട്ട് ഓരോ ലെയറുകളായിട്ട് സ്റ്റോൺ കൊടുത്തിട്ടാണ് അല്ലേ റോഡ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പം അന്നത്തെ സമയത്ത് ഒരു നല്ല റോഡായിരുന്നു. പക്ഷെ എന്താ, ഇതിൽ നമ്മൾ സ്ലോപ്പ് കൊടുക്കാൻ വിട്ടുപോയി. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറി. മാത്രമല്ല കുറേ ഡെപ്തിൽ ചെയ്തുകൊണ്ട് തന്നെ കോസ്റ്റ്ലിയുമായിട്ട് മാറി. അപ്പം അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അടുത്തൊരു റോഡ് ഡെവലപ്മെന്റ് വന്നു. ആ രണ്ടാമത്തെ റോഡ് ഡെവലപ്മെന്റ് ആയിട്ട് വന്നതായിരുന്നു ആരുടെ? ട്രെസാഗ്വേറ്റ് കൺസ്ട്രക്ഷൻ അല്ലേ. ട്രെസാഗ്വേറ്റ് കൺസ്ട്രക്ഷൻ ആണ് വന്നത്. ഇതിനെ നമ്മൾ ഫ്രഞ്ച് റോഡുകൾ എന്ന് പറയാറുണ്ട്. അല്ലേ. എത്ര ഡെപ്തിലായിരുന്നു ട്രെസാഗ്വേറ്റ് കൺസ്ട്രക്ഷൻ നടന്നേ? ഡെപ്ത് നന്നായി കുറച്ചു. 300 mm ഡെപ്തിലായിരുന്നു ട്രെസാഗ്വേറ്റ് റോഡ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അവിടെ റോഡിന് സ്ലോപ്പ് കൊടുത്തു. ടോപ്പ് ലെയറിൽ 1/45 എന്ന് പറയുന്ന സ്ലോപ്പാണ് കൊടുത്തത്. ദെൻ അതിനുശേഷം പിന്നെ ആരാ വന്നേ? പിന്നെ മെറ്റ്കാഫ് വന്നു അല്ലേ. ജോൺ മെറ്റ്കാഫിന്റെ ഒരു കൺസ്ട്രക്ഷൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ബ്ലൈൻഡ് ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് എവിഡൻസസ് ഒന്നുമില്ല. എങ്കിലും ഒരു 290 കിലോമീറ്റർ റോഡ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഡാറ്റാസ് പറയുന്നത്. ദെൻ അതിനുശേഷം ആര് വന്നു? മെറ്റ്കാഫിന് ശേഷം ടെൽഫോർഡ് കൺസ്ട്രക്ഷൻ വന്നു. ടെൽഫോർഡ് എത്ര ഡെപ്തിലാ റോഡ് കൊണ്ടുവന്നേ? 410 mm ആണ് ഡെപ്തിലാണ് റോഡ് കൺസ്ട്രക്ട് ചെയ്തത്. 410 mm റോഡ് കൺസ്ട്രക്ട് ചെയ്തത്. അവിടെയും ടോപ്പിൽ 1/45 എന്നുള്ള രീതിയിലാണ് എന്ത് കൊടുത്തത്? നമ്മൾ സ്ലോപ്പ് കൊടുത്തത്. ഓക്കെ, അപ്പം ബാക്കി എല്ലാവരും ഈ ഒരു റോഡിന്റെ എഡ്ജിനോട് ചേർന്ന് വലിയ സ്റ്റോൺ വെച്ച് കൺസ്ട്രക്ട് ചെയ്തപ്പം ടെൽഫോർഡ് മാത്രം എന്ത് ചെയ്തു? സെന്ററിൽ നിന്ന് അറ്റത്തോട്ട് വരുമ്പോൾ സ്റ്റോണിന്റെ സൈസ് കുറഞ്ഞു വരുന്ന രീതിയിലായിരുന്നു അദ്ദേഹം റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ലാസ്റ്റ് ആയിട്ട് ഒരു സയന്റിഫിക് തിങ്കിങ്ങിന്റെ ബേസിൽ റോഡിന്റെ എല്ലാ ലെയറിനും സ്ലോപ്പ് കൊടുത്തുകൊണ്ട് വന്ന കൺസ്ട്രക്ഷൻ ആയിരുന്നു മെക്കാഡം കൺസ്ട്രക്ഷൻ. ഒരു സയന്റിഫിക് തിങ്കിങ്ങിന്റെ ബേസിൽ വന്നിട്ടുള്ള കൺസ്ട്രക്ഷൻ ഏതാ ചോദിച്ചാൽ നമുക്ക് മെക്കാഡം കൺസ്ട്രക്ഷൻ ആണെന്ന് പറയാം. അതിന് 250 mm ആയിരുന്നു ഡെപ്ത് ഉണ്ടായിരുന്നത്. റോഡിന്റെ ഓരോ ലെയറിനും
36 എന്ന രീതിയിലായിരുന്നു അദ്ദേഹം സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏത് ആൻസർ വരിക? എല്ലാം ഒന്നും ഇല്ല അല്ലേ, റോമൻ ഇല്ല, ട്രസാഗ്വേറ്റ് ഉണ്ട്. സോ ആദ്യം ട്രസാഗ്വേറ്റ്, ടെൽഫോർഡ്, മെക്കാഡം, CBR. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പം ഓവർസിയർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറേ പേരുണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങൾ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസോട് കൂടി ഒരു മെൻറ്റർ സപ്പോർട്ടോട് കൂടിയൊക്കെ പഠിക്കണം എന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഡിസംബർ 5 മുതൽ സൈലം ടെക്നിക്കലിൻ്റെ ഓഫ്ലൈൻ ക്യാമ്പസിൽ ഓവർസിയർ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിസംബർ 5-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡെയിലി ക്ലാസ്സിൽ വന്ന് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഓരോ ടോപ്പിക്കുകൾ തീരുന്നതിനനുസരിച്ച് ഡെയിലി നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടായിരിക്കും, മെൻറ്റർ സപ്പോർട്ടും ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ കോഴിക്കോടുള്ള ക്യാമ്പസിലാണ് നമ്മളിപ്പം ഓവർസിയറിൻ്റെ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസംബർ 5-ആണ് ഡേറ്റ്. അപ്പോൾ ആരും മറക്കരുത്. ഇങ്ങനെ വന്ന് ഒരു ക്യാമ്പസിൽ തന്നെ വന്ന് പഠിക്കണം എന്ന് താല്പര്യപ്പെടുന്നവർക്ക് ഇതൊരു നല്ല അവസരമായിരിക്കും. അപ്പം ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഫീസ് വരുന്നത് ഇപ്പം 10,000 rupees ആണ്. അപ്പം എല്ലാവരും അധികം ടൈം കളയാതെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ നമ്മൾ എവിടെയാണ് നിർത്തിയേ? 13th ക്വസ്റ്റ്യനിലാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 14 നമുക്ക് നോക്കാം. 14th ക്വസ്റ്റ്യൻ എന്താണ്? ദ റോഡ് കണക്ടിങ് ദ മേജർ പാർട്സ് ഓഫ് കൺട്രി ആൻഡ് ക്യാപിറ്റൽ ഓഫ് സ്റ്റേറ്റ്സ് ആർ കോൾഡ്. സ്റ്റേറ്റ് ക്യാപിറ്റലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡുകളെ നമ്മൾ പറയുന്ന പേരാണ് അല്ലേ നാഷണൽ ഹൈവേ എന്നുള്ളത് അല്ലേ. സ്റ്റേറ്റ് ക്യാപിറ്റലുകളെ തമ്മിൽ, ഇനി ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയാം. സ്റ്റേറ്റ് ക്യാപിറ്റൽ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണ്? നാഷണൽ ഹൈവേസ് ആണ്. ഈ നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ എന്നുള്ള ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? നാഗ്പൂർ റോഡ് പ്ലാൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട് നമുക്ക് പോവാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ വെർട്ടിക്കൽ അലൈൻമെന്റ് ഓഫ് ദ ഹൈവേ ഇൻക്ലൂഡ്സ്. നമ്മൾ എന്താണ് അലൈൻമെന്റ് എന്ന് പറഞ്ഞു? അലൈൻമെന്റ് 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അലൈൻമെന്റും ഉണ്ട്, വെർട്ടിക്കൽ ആയിട്ടുള്ള അലൈൻമെന്റും ഉണ്ട്. അതിൽ വെർട്ടിക്കൽ അലൈൻമെന്റിൽ വന്നത് എന്തൊക്കെയായിരുന്നു? വെർട്ടിക്കലി ഉള്ള ഗ്രേഡിയന്റുകളും വെർട്ടിക്കൽ കർവ്സും അല്ലെ. ഗ്രേഡിയന്റുകളും കർവ്സും ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്താണ്? യെസ്, ഡിസൈൻ ഓഫ് വാലി കർവ്സ് ആൻഡ് ഗ്രേഡിയൻസ്. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ സിലബസിനകത്ത് നിന്നുകൊണ്ടുള്ള മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇനി വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്, നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ചാനലാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് നോക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ടോപ്പിക്കുകളും ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. അപ്പോൾ okay, thank you.